എല്ലാവർക്കും നമസ്കാരം. NRG ക്രിയേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പുതിയതായിട്ട് ആരംഭിക്കാൻ പോകുന്ന NRG ഹോം മെയ്ഡ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു സംരംഭത്തെക്കുറിച്ചാണ്. വനിതകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരുപാട് വനിതകൾ, കഴിവുള്ള, കൈപുണ്യമുള്ള ഒത്തിരി വനിതകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ ആ കഴിവിനെയും കൈപുണ്യത്തെയും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് NRG ക്രിയേറ്റീവ്സിൻ്റെ ഹോം മെയ്ഡ് കിച്ചൺ നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാത്തരം പ്രൊഡക്റ്റുകളും NRGയുടെ ഹോം മെയ്ഡ് കിച്ചണിലൂടെ നിങ്ങൾക്ക് വിറ്റഴിക്കാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില ആളുകൾക്ക് ബേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കും നിർമ്മിക്കാൻ അറിയുന്നത്. ചില ആളുകൾക്ക് അവരുടെ വീടിൻ്റെ പരിസരത്തിൽ ലഭ്യമാകുന്ന കുരുമുളക്, ഏലം തുടങ്ങിയുള്ള പ്രൊഡക്റ്റുകൾ പാക്ക് ചെയ്തിട്ട് കൊടുക്കുന്ന ആളുകളായിരിക്കും. ചില ആളുകൾ ഉണക്കമീൻ അല്ലെങ്കിൽ ഉണക്കച്ചെമ്മീൻ തുടങ്ങിയുള്ള പ്രൊഡക്റ്റുകൾ പാക്ക് ചെയ്ത് ഹോൾസെയിലായിട്ട് എടുത്ത് ചിലപ്പോൾ റീറ്റെയിലാക്കി കൊടുക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ടാവാം. അങ്ങനെ പല പല പ്രൊഡക്റ്റുകൾ പല രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ടാവാം. ചിലപ്പോൾ കേക്ക് ഉണ്ടാവാം, ജാം ഉണ്ടാവാം, സിപ്പപ്പ് ഉണ്ടാവാം, അങ്ങനെ എന്തുമാകട്ടെ നിങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ. ഇതിനെല്ലാത്തിനും ഇനി വിപണി കണ്ടെത്താൻ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. NRGയിലൂടെ നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ തുറന്നു തരികയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പല ആളുകളും നമ്മളടുത്ത് ചോദിക്കാറുണ്ട്, ഇത് ഫ്രീ സർവീസ് ആണോ? ഒരിക്കലുമല്ല. ഫ്രീ സർവീസ് ആയിട്ട് നമുക്കൊരു ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ഇതിൻ്റെ പേയ്മെൻറ്റ്സും മറ്റു കാര്യങ്ങളും എല്ലാം ഈ വീഡിയോൻ്റെ അവസാനം കൃത്യമായിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ NRGയുടെ ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. നിലവിൽ നമ്മൾ കൊടുക്കുന്ന പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ വിപണനം ചെയ്യുന്നതിന് വേണ്ടി 68 ഔട്ട്ലെറ്റുകൾ എറണാകുളം ജില്ലാ അടിസ്ഥാനത്തിൽ നമുക്ക് ടൈപ്പായി ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അവരെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ എറണാകുളം ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബേസ് ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ടൗൺഷിപ്പുകൾ ഉണ്ടാവും. ടൗൺഷിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ടൗൺഷിപ്പ് നോർത്ത് പറവൂരുണ്ടാവും, പിന്നെ വരുന്നത് ആലുവ, പെരുമ്പാവൂര്, കോതമംഗലം, മൂവാറ്റുപുഴ, പിറവം, എറണാകുളം സിറ്റി, തൃപ്പൂണിത്തുറ, ഫോർട്ട് കൊച്ചി, വൈപ്പിൻ. ഇതേ രീതിയിൽ എറണാകുളം ജില്ലയിൽ 10 ടൗണുകളെ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളുടെ സെൻട്രലൈസ് ചെയ്തിട്ടുള്ള നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഡയറക്റ്റ് ഔട്ട്ലെറ്റുകൾ ഉണ്ടാവുക. ഈ ഡയറക്റ്റ് ഔട്ട്ലെറ്റിൽ നിന്നും നമ്മൾ ഒന്ന് റീറ്റെയിൽ സെയിൽസ് നമ്മുടെ ഡയറക്റ്റ് ഔട്ട്ലെറ്റിൽ ഉണ്ടാവും. അതുകൂടാതെ ഈ പറഞ്ഞ ടൗൺ ഏരിയകളിലെല്ലാം തന്നെ നമുക്ക് റീറ്റെയിൽ സെയിൽസിനുള്ള സംവിധാനവും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അത് സാധാരണ പ്രൊഡക്റ്റുകൾ ഷോപ്പുകളിൽ കൊണ്ടുപോയി സെയിൽ നടത്തുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ 68 ഷോപ്പുകളായിട്ടാണ് ടൈപ്പ് ഉള്ളത്. അതിനെ നമ്മൾ 250 ഷോപ്പുകളാക്കി മാറ്റാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ 250 ഷോപ്പുകളിലേക്കുള്ള പ്രൊഡക്റ്റുകളാണ് ഒരു ജില്ലയിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എന്ത് പ്രൊഡക്റ്റും, ഇപ്പോൾ നിലവിൽ എറണാകുളം ജില്ലക്കാർക്ക് മാത്രമായിട്ടാണ് കേക്ക്, അതേപോലെ തന്നെ സ്നാക്സ് പോലുള്ള ഐറ്റംസ്, ഇപ്പോൾ ഉഴുന്നുവട, പപ്സ്, അത് സമൂസ തുടങ്ങിയ ഐറ്റംസ് എല്ലാം ഈ സർക്കിളിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായിരിക്കും തുടക്കത്തിൽ നമ്മുടെ ഔട്ട്ലെറ്റിലൂടെ സെയിൽ നടത്താനായിട്ട് സാധിക്കുക. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഔട്ട്ലെറ്റിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം പപ്സും ഉഴുന്നുവട പോലുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ രാവിലെ ഒരു 10 മണിയോടുകൂടിയെങ്കിലും നമുക്ക് ഈ ഷോപ്പുകളിൽ വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സർക്കിളിൻ്റെ അകത്ത് വരുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റുകൾ, കേക്ക്, സ്നാക്സ്, അങ്ങനെയുള്ള ചെറിയ കൊച്ചു കൊച്ചു പ്രൊഡക്റ്റുകൾ ഉള്ളൊരു നിബന്ധന നമ്മൾ വെച്ചിരിക്കുന്നത്. ബാക്കി കേരളത്തിലെ 14 ജില്ലകളിലുള്ള ഏതൊരു വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ ഒരു ഔട്ട്ലെറ്റ് പ്രൊഡക്റ്റുകൾ വിതരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തുടക്കത്തിൽ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ഈ ഒരു എറണാകുളം ജില്ല മാത്രമായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. വരും മാസങ്ങളിൽ നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മളുടെ ഡയറക്റ്റ് ഔട്ട്ലെറ്റുകൾ തുടങ്ങാനുള്ള പ്ലാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഫീസിനെ കുറിച്ച്, അതായത് ഇതൊരു സർവീസ് ഫ്രീ ആണോ എന്നൊക്കെ നമ്മൾ സംസാരിച്ചത്. ഫ്രീ സർവീസ് ആയിട്ടല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പരിശീലനത്തിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ 1500 രൂപയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസായിട്ട് വരുന്നത്. പുറത്തുള്ള സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ, മീൻസ് പുറത്തുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ 2500 രൂപയാണ് ഇതിൻ്റെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായിട്ട് നമുക്ക് വരുന്നത്. ഇതൊരിക്കലും റീഫണ്ടബിൾ ആയിട്ട് കിട്ടുന്ന തുകയല്ല. ഈ പറഞ്ഞ 1500 ആണെങ്കിലും 2500 ആണെങ്കിലും ഇത് അവർ സ്റ്റുഡൻസ്.
നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം. ഓക്കെ, പിന്നെ ഇത് കൂടാതെ നമുക്ക് ഒരു മന്ത്ലി ഒരു യൂസർ ഫീ വരുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 750 രൂപ. അത് 2 പേരാണെങ്കിലും നമ്മുടെ സ്റ്റുഡൻ്റ് ആണെങ്കിലും ശരി, അതേപോലെ തന്നെ സ്റ്റുഡൻ്റ് അല്ലാത്ത പുറത്തുനിന്നുള്ളൊരു വ്യക്തിയാണെങ്കിൽ 750 രൂപ നമുക്ക് ഒരു ഫീ ആയിട്ട് എല്ലാ മാസവും നമുക്ക് വരുന്നുണ്ട്. ഇതല്ലാതെ വേറൊരു മുതൽ മുടക്കോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വരത്തില്ല. ഈ 750 രൂപ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി ഈ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഒരു കസ്റ്റമർ അവിടെ വന്ന് മേടിക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതും, അതേപോലെ തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ അച്ചാറാണെന്ന് വിചാരിക്കുക. അച്ചാറിനെ കുറിച്ചുള്ള ഒരു പരസ്യമോ അല്ലെങ്കിൽ അത്തരം നിങ്ങൾ നിർമ്മിക്കുന്ന നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചുള്ള പരസ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ചെയ്താൽ മാത്രമേ ആളുകൾ ആ ഷോപ്പിൽ വന്ന് നമ്മളുടെ പ്രൊഡക്റ്റുകൾ മേടിച്ചുകൊണ്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് അതേപോലെ തന്നെ റിട്ടേൺ വരും. അതില്ലാതിരിക്കാനാണ് നമ്മൾ മാർക്കറ്റിംഗ് കോസ്റ്റ് എന്ന രീതിയിൽ 750 രൂപ നമ്മൾ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നത്. അതിലൂടെ നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം നമുക്ക് അവിടെ നിന്ന് റിട്ടേൺ വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കിതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സുകളെല്ലാം കൃത്യമായ എഗ്രിമെൻറ്റോട് കൂടിയായിരിക്കും ചെയ്യുക. ഒരു മാസം മിനിമം ഇത്ര ക്വാണ്ടിറ്റി, അത് കൃത്യമായിട്ടൊരു ക്വാണ്ടിറ്റി പറയാത്തതിന് കാരണം ഓരോരുത്തർക്കും ഓരോ പ്രൊഡക്റ്റുകളായിരിക്കും. ചിലപ്പോൾ ഡെയിലി വേണ്ട പ്രൊഡക്റ്റുകൾ ഉണ്ടാവാം. സ്നാക്സ് ഐറ്റം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡെയിലി ഇത്ര ക്വാണ്ടിറ്റി വേണ്ടി വരും. ജാം അല്ലെങ്കിൽ സിപ്പപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ് നിങ്ങൾ നമ്മളായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്രൊഡക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു മാസം ഒരു 10,000-നും ഒരു 25,000-നും ഇടയിലുള്ള ഒരു ബിസിനസ് നടക്കാൻ പറ്റുന്ന രീതിയിൽ തുടക്കത്തിൽ ഈ ഒരു ജില്ല മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അത്രയും പ്രൊഡക്റ്റിൻ്റെ ഒരു സെയിൽസിനുള്ള ഒരു പ്രൊവിഷൻ നമ്മളോട് ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിലേക്ക്, അതായത് നമ്മളുടെ NRJ ഹോം മെയ്ഡ് കിച്ചണുമായി സഹകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങളും അതേപോലെ എഗ്രിമെൻറ്റ് സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക, ലൈസൻസ് ഉള്ള ആളുകൾക്ക് മാത്രമായിരിക്കും നമ്മളുടെ ഈ ഒരു പ്രോസസ്സുമായി സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. ഓക്കെ, താങ്ക് യു.